നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. ഇന്ന് അത്തം. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. അത്തച്ചമയ ഘോഷയാത്രയുടെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. രാവിലെ 9 മണിക്ക് മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P രാജീവ് അത്തപതാക ഉയർത്തും. നടൻ ജയറാമാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. സിനിമാ താരം പിഷാരടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശലഭമായ കാഴ്ചകൾക്കാകും നഗരം സാക്ഷിയാവുക. വാർത്തകളിലേക്ക്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത 2750 രൂപയിൽ നിന്ന് 3000 രൂപ ആയി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവബത്ത 250 രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ആശാവർക്കർമാരുടെ ഉത്സവബത്ത 1200 രൂപയിൽ നിന്ന് 1450 രൂപയായി ഉയർത്തി. അങ്കണവാടി, ബാലവാടി, ഹെൽപ്പർമാർ, ആയമാർ എന്നിവർക്ക് 1450 രൂപ വീതം ലഭിക്കും. പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവർക്ക് 1350 രൂപ ലഭിക്കും. വെളിച്ചെണ്ണ വില വർധനയിൽ ഫലപ്രദമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 500 രൂപയോളം വില വർദ്ധിച്ച ഘട്ടത്തിൽ ശബരി വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് സപ്ലൈകോ നൽകി. ഇതുമൂലം മറ്റ് ബ്രാൻഡുകളുടെ വില പൊതുവിപണിയിൽ കുറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഓണം ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. ഓണക്കാലത്ത് 1 മണി അരി പോലും അധികം കേന്ദ്രം നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് MK സ്റ്റാലിനെ ക്ഷണിച്ചതിനെ തമിഴ്നാട് BJP പിണറായി വിജയൻ പെരിയാർ വിജയൻ ആകുന്നതായി തമിഴ്സേ സൗന്ദരരാജൻ കുറ്റപ്പെടുത്തി. സ്റ്റാലിനും പിണറായിയും ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും തമിഴ്നാട്ടിലെ ഒരു ഹിന്ദുമത ചടങ്ങിൽ സ്റ്റാലിൻ പങ്കെടുക്കാറില്ലെന്നും 35,000 ക്ഷേത്രങ്ങളിൽ ഒന്നിനും പോകാറില്ലെന്നും പക്ഷേ കേരളത്തിൽ പോകാൻ ഒരുങ്ങുന്നുവെന്നും തമിഴ്സേ പറഞ്ഞു. ഉദയനിധി സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണെന്നും പക്ഷേ വോട്ടിനായി ഇപ്പോൾ കേരളത്തിൽ പോകുന്നുവെന്നും തമിഴ്സേ കുറ്റപ്പെടുത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലജനാരോഗ്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജലമാണ് ജീവൻ ക്യാമ്പയിൻ രൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഈ വർഷം 41 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി 18 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് തീരുമാനം. ആഗസ്റ്റ് 30-31 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും എന്നും മന്ത്രി അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കണ്ടോൺമെന്റ് ഹൌസിന് മുന്നിൽ SFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷാവസ്ഥ. പ്രതിപക്ഷ നേതാവിന് വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. SFI ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞോടെയാണ് സ്ഥലത്ത് സംഘർഷം ഉണ്ടായത്. അതേസമയം ലൈംഗികാരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് നടപടി പോരെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവർത്തിക്കുകയാണ് CPM-ഉം BJP-യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷവിമർശനവുമായി SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. രാഹുൽ മാങ്കൂട്ടത്തിൽ സൈക്കോപാത്ത് ആണെന്നും നാട്ടുകാർക്ക് ജനാധിപത്യബോധം ഉള്ളതുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധ സദസ്സിൽ ഒരുക്കുന്നതെന്നും അല്ലായിരുന്നെങ്കിൽ പേ പിടിച്ച സൈക്കോപാത്തിനെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചേനെ എന്നും ആർഷോ പറഞ്ഞു. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് കെണിയാണെന്ന് സജി ചെയ്യാൻ സസ്പെൻഷൻ സണ്ണി ജോസഫിന്റെ കുശാഗ്ര ബുദ്ധിയാണെന്നും രാഹുൽ ബുദ്ധിമാനാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. K. കരുണാകരന്റെ ഭാര്യയെ പോലും നിന്ദിച്ചാളാണ് മാങ്കൂട്ടത്തിലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് രാജ്യക്കാര്യത്തിലെ വ്യത്യസ്ത അഭിപ്രായം എന്നും സതീഷ് ചെറിയാൻ പ്രതികരിച്ചു. ഗുരുതര ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഉണ്ടായിട്ടും MLA സ്ഥാനം രാജിവെക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത് കോൺഗ്രസിന്റെ ചീഞ്ഞളഞ്ഞ രാഷ്ട്രീയ സംസ്കാരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സ്ത്രീകളുടെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ MP രംഗത്ത്. ശക്തമായ തീരുമാനം പാർട്ടി എടുത്തതെന്നും ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറഞ്ഞത്. രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല. ഉമാ തോമസിനായ സൈബർ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പാലക്കാട് കോൺഗ്രസ് രാഹുലിനെതിരെ രൂക്ഷവിമർശനം ഉയരുന്നു. പാലക്കാട് വന്ന് കയറിയവനും കൊണ്ടുവന്നവനും മുങ്ങിയെന്നാണ് വിമർശനം. ജയിപ്പിക്കാൻ വീഴുന്നവർക്ക് തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥയെന്നാണ് കോൺഗ്രസ് ഒരു ഭാഗം വിമർശനം ഉന്നയിക്കുന്നത്.
CPM-ലെ കത്ത് ചോർച്ച വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ്. CPM-നെയോ പാർട്ടി സെക്രട്ടറിയോ നേതാക്കളെയോ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഷർഷാദ് പറയുന്നത്. പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മാലിന്യക്കുമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന വീടുകളുടെ മുറ്റത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊൽക്കത്ത സ്വദേശികളെ ദമ്പതികളുടെ കുട്ടിയാണെന്നാണ് പോലീസിന്റെ സംശയം. ദമ്പതികൾ വീട് പൂട്ടിപ്പോയ നിലയിലാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വളരെ കനത്ത വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നും പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇരുകൂട്ടരുടെയും വാദം പൂർത്തിയായ കേസിൽ വിധി പറയാൻ ബുധനാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. റാപ്പർ വേടനെതിരെ വീണ്ടും കേസ്. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രി ഓഫീസിൽ യുവഗായിക നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. സ്ത്രീത്വത്തെ അവമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക ചേഷ്ടകൾ കാട്ടിയെന്നുള്ളതാണ് വേടനെതിരെയുള്ള കുറ്റങ്ങൾ. 2020 ഡിസംബറിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നതിന് ജനപക്ഷ സർക്കാരിന് സ്ഥിതിവിവര കണക്കുകൾ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ, എന്റർപ്രൈസ് സർവേയുടെ സംസ്ഥാന ഉദ്ഘാടനം തൈക്കാട് അതിഥി മന്ദിരത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് ഫോണിൽ സംസാരിച്ചിരുന്ന ബസ് ഓടിച്ച സംഭവത്തിൽ KSRTC ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. KSRTC ചിറ്റൂർ റിപ്പോർട്ട് ഡ്രൈവർ സന്തോഷ് ബാബുവിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വീണ്ടും അറിയിക്കുന്നു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ചക്രവാതി ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തകൾ വിലക്കണമെന്ന ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടന സ്ഥാപകമായ കെ പോളിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. കേന്ദ്ര സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുമെന്ന് പോളിനോട് കോടതി പറഞ്ഞു. 7 ദിവസം സർക്കാർ നിമിഷപ്രിയയെ മോചിപ്പിച്ചാൽ താൻ വീണ്ടും ഇടപെടുമെന്ന് കെ പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗുരുവായൂരിലെ പൂജകൾ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിക്കാൻ കേരള ഹൈക്കോടതിയിലെ ഒരേ ബെഞ്ചാണെന്ന് സുപ്രീംകോടതി. ഉദയാസ്തമയ പൂജ, ഇല്ലം നിറ പൂജ എന്നിവ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകൾ ഒരേ ജഡ്ജി ഉണ്ടായിരുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കോഴിക്കോട് തുണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ കക്കട്ട് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനധികൃത സ്വത്ത് സംഭാവന പരാതിക്ക് തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത്കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഏലത്തൂർ സ്വദേശി യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. കാണാതായ ഏലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾക്ക് മൊഴി നൽകി. കേസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനൊരുങ്ങി ദേവസ്വം. റീൽ ചിത്രീകരിക്കാനായി അഹിന്ദുവായ യുവതി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്ന് ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽ ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ടില്ലെന്ന് ദില്ലി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതുതാൽപര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വ്യക്തിഗത വിവരങ്ങളാണെന്നും ആ വ്യക്തി പൊതു പദവി വഹിക്കുന്നതാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടില്ലെന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത് പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ വായിക്കുന്നത് ഷാജി കട.